ഹണി റോസ് വിഷയം ഒരിക്കലും തീരുന്നില്ല അല്ലേ? കാരണം എന്നും ഓരോ വാർത്തകൾ തന്നെയാണ് ഹണി റോസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹണി റോസും ബോച്ചെ വിഷയം ഏകദേശം കഴിഞ്ഞു എന്ന് ഇരിക്കുന്ന ആ ഒരു വേളയിലായിരുന്നു ഹണി റോസും രാഹുൽ ഈശ്വറുമായിട്ടുള്ള അടുത്ത അംഗത്തിനുള്ള പുറപ്പാട് വന്നതല്ലേ. അത് മറ്റൊന്നുമില്ല, ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തത്, വീണ്ടും പരാതി കൊടുത്തതാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ടും. അതിന് രാഹുൽ ഈശ്വർ തക്കതായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നാൽ ഇപ്പം അതിനൊക്കെ അപ്പുറത്ത് ഇപ്പൊ നമ്മുടെ ഹണി റോസ് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു ബോച്ചെ വിഷയമായിട്ട് ആ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ പാലക്കാടില് ഒരു ഉദ്ഘാടനത്തിന് പോയത്, ഇനാഗുറേഷന് പോയ കാര്യം അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു ഇനാഗ്രേഷനിൽ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ വലിയ രീതിയിൽ അത് ചർച്ചയായ ഒരു സംഭവമാണ്. ആ ഒരു എന്താ പറയുക, ആ കോപ്പറേറ്റീവ് സ്കൂളിലെ കുട്ടികളായിരുന്നു. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. ഓക്കെ, അപ്പോ ആ ഒരു വിഷയം, അതായത് ഹണി റോസ് എവിടെ ഉദ്ഘാടനത്തിന് പോകുന്നു അവിടെയെല്ലാം ആളുകളുടെ തിക്കും തിരക്കുമാണ് നമ്മൾ സാധാരണ കാണാറുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു തിക്കും തിരക്ക് ഇപ്രാവശ്യം സ്കൂൾ കുട്ടികളായിരുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നല്ലേ. അത് ക്യാഷ് കൊടുത്ത് വരുത്തിച്ചതാണോ അതോ എന്താണെന്ന് അറിയില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടമൊന്നും ആ ഒരു ഉദ്ഘാടനത്തിന് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു വിഷയങ്ങളെല്ലാം കഴിഞ്ഞു വന്നപ്പോ അടുത്തത് പുള്ളിക്കാരത്തി അപ്പൊ ഷാർജയില് ഒരു ഇനാഗ്രേഷനും അവര് വരുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് കാണാനില്ല. സംഭവം അവരത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് അറിയില്ല. എന്തായാലും പുള്ളിക്കാരത്തി ഷാർജയിൽ ഒരു ഇനാഗ്രേഷന് പോയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഇത് യാദൃശ്ചികമായിട്ട് കണ്ട ഒരു വീഡിയോ ആണ്. നമുക്ക് എന്തായാലും ആ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും ഈ ഒരു ഷാർജ ഉദ്ഘാടനത്തിന് ഇവിടെ പോയി പ്രവാസി മലയാളികൾ ഉൾപ്പെടെ അവിടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ. എന്തായാലും വലിയ രീതിയിലുള്ള തിക്കും തിരക്ക് തന്നെയാണ് നമ്മൾ ഷാർജയില് അവർക്ക് ആ ഒരു ഉദ്ഘാടന വേദിയിൽ കണ്ടത്. ഇനി അടുത്തവരുടെ വസ്ത്രധാരണം നോക്കുവാണെങ്കിൽ പുള്ളിക്കാരത്തി ആ ഒരു വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പം കേരളത്തിലല്ലേ വിലക്കുള്ളൂ, ഷാർജയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോണതിന് വിലക്കില്ലല്ലോ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വസ്ത്രം തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു വസ്ത്രത്തിൽ പുള്ളിക്കാരി കംഫർട്ടബിൾ ആണോ എന്നറിയില്ല. അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലെ, എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്നുള്ളത്. എന്തായാലും നമ്മുടെ ഹണി റോസ് വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആ ഒരു സ്ഥാപനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ മിഥുൻ രമേശും കൂടെയുണ്ട്, അവരുടെ കൂടെ തന്നെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആരാധക വൃന്ദം തന്നെയാണ് ഹണി റോസിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഈ ഒരു ജനക്കൂട്ടം കണ്ടപ്പോൾ തന്നെ. ഇനിയാണ് നമുക്ക് അടുത്തത് ഒരു ട്വിസ്റ്റ് കാണാൻ പോകുന്നത് കേട്ടോ. അത് നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം പറയാം. എന്തായാലും ഈ ഒരു ജനക്കൂട്ടം കാണുമ്പോൾ ശരിക്കും നമുക്ക് തോന്നിപ്പോലെ ഹണി റോസിന് ഇത്രയും അധികം ജനക്കൂട്ടങ്ങളുണ്ട്, വലിയ രീതിയിലുള്ള ക്രൗഡ് തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടത് അല്ലെ. ഈ ഒരു സ്ഥാപനത്തിന് മുന്നിൽ ഹണി റോസിന്റെ ഉദ്ഘാടനമാണെന്നത് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് സമയമില്ലാത്തവര് വരും സമയം കണ്ടെത്തി വന്നവരാണ്. അത് എന്തിനാണെന്ന് നമുക്കിപ്പോ അറിയാം. Oh,
എന്തായാലും നമ്മുടെ ഹണി റോസ് ഈ ഒരു ടെസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല അല്ലെ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഒന്ന് സന്തോഷിച്ചു അല്ലെ. എന്റെ കേരളത്തിലല്ലേ തന്നെ ഇപ്പൊ വിമർശനങ്ങൾ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഹണി റോസിനെ ഇപ്പം നേരെ കിട്ടിയ ഒരു എട്ടിന്റെ പണി എന്ന് പറയാം അല്ലേ. ഇവിടെ ഷാർജയിൽ വന്ന ജനക്കൂട്ടം ഹണി റോസ് വിചാരിച്ചു അയ്യോ എന്നെ കാണാൻ ഇത്രയും പേര് വന്നല്ലോ എന്ന്. പക്ഷേ അല്ല, ഹണി റോസിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരെല്ലാം വന്നത്. ഇവിടെ ഹണി റോസ് എന്ന ഒരു വിലയല്ല, പകരം ബോച്ചയുടെ പേരാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ ബോച്ചയുടെ വാല്യൂ ഏത് ലെവൽ വരെ ആണ് എന്നുള്ളത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് തന്നെയാണ് ഹണി റോസിന്റെ ഇത്തരത്തിലുള്ള കരിയറിനെ ഇല്ലാതാക്കാനുള്ള മെയിൻ കാരണക്കാരി എന്ന് പറയല്ലേ. അല്ലെങ്കിൽ അവരിടുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പൊതുവേദിയിലൊക്കെ പോകുമ്പോൾ അതിന് വിമർശനങ്ങൾ ഉണ്ടാവും. അത് ബോച്ച എന്ന് മാത്രമല്ല, അത് ഓരോ മലയാളികളും അതിനെതിരെ വിമർശിക്കുക തന്നെ ചെയ്യും. അത് കേൾക്കാൻ ബാധ്യസ്ഥതയും ഈ ഹണി റോസ് തന്നെയാണ്. അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു ഇനാഗ്രേഷന് വരരുത്. ഏതെങ്കിലും ഇനാഗ്രേഷന് വന്നിട്ട് ഞാനിടുന്ന വസ്ത്രം നല്ലതാണ് എന്ന് മറ്റുള്ളവർ പറയണം എന്നുള്ള ഒരു വാശിയുണ്ടല്ലോ, അതാണ് ഈ പ്രോബ്ലങ്ങൾക്കെല്ലാം കാരണമായത് അല്ലെ. ഹണി റോസിന്റെ കരിയർ ഹണി റോസ് വിചാരിക്കണമായിരുന്നു പ്രേക്ഷകരാണ് ഹണി റോസിനെ ഇത്രയിടം വരെ എത്തിച്ചത്. അപ്പൊ ഒരു ഉദ്ഘാടന വേദി ആയാൽ പോലും അല്ലെങ്കിൽ ഒരു സിനിമ ആയാൽ പോലും ആ ജനങ്ങൾ അല്ലെങ്കിൽ ആ പ്രേക്ഷകരാണ് തന്നെ കാണാൻ ഇതുവരെ എത്തുന്നത് അല്ലെങ്കിൽ തന്റെ സിനിമ കാണാൻ വരുന്നത്. അപ്പം അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുമ്പോൾ ശരിക്കും അത് തനിക്ക് തന്നെ സ്വയം കുഴി തോണ്ടിയ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഹണി റോസിന് സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ഇതിനെതിരെ പരാതിയുമായിട്ട് അവിടെ പോയി ഒരു പരാതി കൊടുക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇനി ആ ഒരു പരാതി ഇവിടെ ഇന്ത്യ ഗവൺമെന്റിന് വന്ന് പറയാനും സാധ്യത കുറവാണ്. കാരണം എന്റെ ഉദ്ഘാടനത്തിൽ എന്റെ പേരല്ല മറ്റൊരാളുടെ പേരാണ് വിളിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയുമായിട്ട് നമ്മുടെ ഹണി റോസ് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ ഹണി റോസ് ഇത്തരത്തിൽ ഈ ഒരു ഇനാഗ്രേഷന് വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലെ. പ്രവാസി മലയാളികൾ അടക്കം അവിടെ നിന്ന് ജനങ്ങൾ ഏത് രീതിയിലാണ് നമ്മുടെ ഹണി റോസിനെ വരവേറ്റത് എന്ന് വരും മനസ്സിലായല്ലോ. ശരിക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ ബോച്ച എന്ന വ്യക്തിയോട് ആളുകൾക്ക് എന്തുമാത്രം സ്നേഹവും സപ്പോർട്ടും ഉണ്ടെന്ന്. കാരണം അദ്ദേഹം നല്ല പ്രവൃത്തികളാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലേ. അത് അകമഴിഞ്ഞ് സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെയാണ്. എന്നാൽ ഹണി റോസിനെ പോലെയുള്ള ആളുകൾ എന്താണ് ഒരു ഉദ്ഘാടനം നടത്തിയിട്ട് അതിന് എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഈ ഹണി റോസ് കാണിച്ചത് എന്ന് പറഞ്ഞാൽ ഹണി റോസ് ഒരു പരാതി കൊടുത്തത് ഒക്കെയാണ്, അത് ബോച്ച ചെയ്ത് തെറ്റ് ആണ്. പക്ഷെ ഹണി റോസ് ബോച്ചയോട് കാണിച്ച ആ ഒരു സമീപനം അത് തെറ്റായ രീതിയായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്.